പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ഹോളിവുഡ് ചിത്രത്തെക്കുറിച്ച് നോക്കാം. 2010 റിലീസ് ചെയ്ത സിനിമയാണ് ലവ് ആൻഡ് അതർ ഡ്രഗ്സ്. കാട്ടുകോഴിയായ കഥയിലെ ഹീറോയുടെ ജീവിതത്തിൽ അവൻ പരിചയപ്പെടുന്ന പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇതിലെ കഥയെ അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സിനിമ തുടങ്ങുമ്പോൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് കാണിക്കുന്നു. അവിടെയാണ് കഥയിലെ ഹീറോ ജോലി ചെയ്യുന്നത്. ഹീറോ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം നന്നായി ട്രീറ്റ് ചെയ്യാറുണ്ട്. വരുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ജോലിയൊക്കെ നല്ല സ്മാർട്ടായി ചെയ്യുന്ന ഹീറോയുടെ വീക്ക്നെസ് പരിപാടി നടത്തുന്നത് മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം ഹീറോയുടെ മാനേജറിന്റെ ഗേൾഫ്രണ്ട് ഷോപ്പിലേക്ക് വരുന്നു. ഗേൾഫ്രണ്ട് വന്നപാടെ ഹീറോയ്ക്ക് സിഗ്നൽ കൊടുത്തു. നേരെ പുറകിലേക്ക് വന്നോളാൻ പറഞ്ഞിട്ട് അവൾ പോയി. അത് കേൾക്കേണ്ട താമസം ഹീറോ അവളുടെ പിന്നാലെ പോയി. ശേഷം അവർ അവിടെ ലീലാവിലാസങ്ങൾ തുടങ്ങി. എന്നാൽ ആ നേരം ഗേൾഫ്രണ്ടിന്റെ ഫോണിൽ നിന്നും അവളുടെ കാമുകനായ മാനേജറിന് അറിയാതെ കോൾ പോകുന്നു. ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന അയാൾ കോൾ എടുത്തതും ഗേൾഫ്രണ്ടിന്റെ ഒച്ചപ്പാടും നിലവിളിയുമൊക്കെ കേട്ട് പകച്ചു പോകുന്നു. പുള്ളിക്കാരന് സംഗതി പിശകാണെന്ന് പിടികിട്ടി. അത് കഴിഞ്ഞ് ഹീറോ പരിപാടികൾ നടത്തി പുറത്തേക്കിറങ്ങി. ആ സമയം അവിടെ കണ്ട ഒരു കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനും തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും മാനേജർ അവന്റെ ഗേൾഫ്രണ്ടിനെ കൈയോടെ പൊക്കി. ഹീറോയ്ക്കൊപ്പം ആണ് അവൾ പരിപാടി നടത്തിയതെന്ന് മനസ്സിലാക്കിയ അയാൾ അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ശേഷം തിരിച്ച് ഹീറോയും തെറി പറയുന്നതും മാനേജർ അവനെ തല്ലാൻ ഓടിച്ചു. അങ്ങനെ ജോലിയോട് ഗുഡ് ബൈ പറഞ്ഞ് ഹീറോ ഇറങ്ങിപ്പോകുന്നു. അടുത്ത സീനിൽ വീട്ടിലെത്തിയ ഹീറോയോട് അവന്റെ അനിയനും ഫ്രണ്ട്സും ജോലി പോയതിനെ കുറിച്ച് സംസാരിക്കുന്നു. എല്ലാവരും ചേർന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് രണ്ടെണ്ണം വിട്ടിട്ട് ഹീറോയെ ഉപദേശിക്കാൻ തുടങ്ങി. എന്നാൽ ഹീറോയുടെ അനിയൻ അവനൊരു ജോലി ശരിയാക്കി എന്ന് പറയുന്നു. അനിയന്റെ ഇടപെടൽ കാരണം ഹീറോയ്ക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ശരിയായെന്ന് എല്ലാവരെയും അവൻ അറിയിക്കുന്നു. വീട്ടിൽ എല്ലാവരും ആ ജോലിക്ക് പോകുന്നതിൽ നിന്നും ഹീറോയെ എതിർക്കുന്നു. പക്ഷേ അതുമായി മുന്നോട്ടു പോകാൻ തന്നെ അവൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം ഹീറോ ജോലിയുടെ വിശദവിവരങ്ങൾ മനസ്സിലാക്കാനായി കമ്പനി അറേഞ്ച് ചെയ്ത ഒരു ക്ലാസ്സിന് പോകുന്നു. അവിടെ സുന്ദരിയായ ഒരു ചേച്ചി നിന്ന് ക്ലാസ് എടുത്തത് കണ്ട് ഹീറോ അവളെ നോക്കി വെള്ളമിറക്കാൻ തുടങ്ങി. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ജോലിയിൽ കൂടുതൽ ആത്മാർത്ഥത കൊണ്ടുവരാനായി ഹീറോ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നു. ഡിപ്രഷൻ മാറ്റാനുള്ള മരുന്നുകളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ട്രെയിനിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഹീറോ അവിടെ ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു. ക്ലാസ്സിനിടയിൽ ബാക്കിയുള്ളവരെക്കാൾ ഹീറോയ്ക്ക് സംശയങ്ങൾ കുറിച്ച് കൂടുതലായി ഉള്ളതുകൊണ്ട് ട്രെയിനിങ് കൊടുത്ത ചേച്ചിയുമായി ഹീറോ പെട്ടെന്ന് തന്നെ കമ്പനിയാകുന്നു. കമ്പനി എന്ന് വെച്ചാൽ ഹീറോയുടെ ഒരു രീതി വെച്ച് പെട്ടെന്ന് തന്നെ അവളെ അവൻ വളച്ചെടുത്തു. ശേഷം പരിപാടികൾ നടത്തുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന ചിന്തയോടെ ഹീറോ ജീവിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അവൻ അതിന്റെ ഓട്ടത്തിലായിരുന്നു. അതിനായി ഡോക്ടർമാരെ കണ്ട് അവൻ പ്രോഡക്റ്റ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷേ ഒന്നും തന്നെ വിജയകരമാകുന്നില്ല. എന്നാൽ തന്റെ സീനിയറിന്റെ ഉപദേശപ്രകാരം എങ്ങനെ ഡോക്ടേഴ്സിനെ കണ്ട് സംസാരിക്കണമെന്നൊക്കെ മനസ്സിലാക്കി ഹീറോ ഒരു ക്ലിനിക്കിലേക്ക് പോയി. അവിടെ എത്തിയ അവൻ റിസപ്ഷനിൽ നിന്ന ചേച്ചിയെ പറഞ്ഞു മനക്കി ഡോക്ടറിനെ കാണാനുള്ള വഴി ഉണ്ടാക്കുന്നു. അങ്ങനെ തന്റെ പ്രോഡക്റ്റ് അവിടെ വച്ചിട്ട് അതിനു പകരം ഉണ്ടായിരുന്നത് അവിടെ നിന്നും ആരും കാണാതെ എടുത്തുമാറ്റി ഹീറോ കൊണ്ടുപോയി കളയുന്നു. ശേഷം സ്ഥിരമായി അവിടെ തന്റെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായി ആ ചേച്ചിയെ വളച്ചെടുത്ത് ഹീറോ പതിവായി പരിപാടി നടത്താൻ തുടങ്ങി. അങ്ങനെ കമ്പനി തനിക്ക് നൽകിയ ടാർഗറ്റ് കുറെയൊക്കെ ഹീറോ അച്ചീവ് ചെയ്യുന്നു. അതിനുവേണ്ടി അവിടുത്തെ ജോലിക്കാരികളായ ചേച്ചിമാരെയെല്ലാം ഹീറോ വളച്ചെടുക്കുന്നു. ശേഷം ഡോക്ടറിന് കൈക്കൂലി കൊടുത്ത് അയാളുടെ പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യാൻ ഹീറോ അയാൾക്കൊപ്പം കയറിക്കൂടുന്നു. അങ്ങനെയാണ് ഹീറോയിനെ അവൻ കണ്ടുമുട്ടുന്നത്. ഡോക്ടറിന്റെ ഒരു പേഷ്യന്റ് ആയിരുന്നു ഹീറോയിൻ. ഡിപ്രഷനും മറ്റു പല പ്രശ്നങ്ങളുമായി എത്തിയ ഹീറോയിനെ ഹീറോ പരിചയപ്പെടുന്നു. ശേഷം ഡോക്ടറിന്റെ പരിശോധന കഴിഞ്ഞിറങ്ങിയ ഹീറോയിൻ അവളുടെ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. എന്നാൽ ഹീറോ ആ സമയം അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവർ വീണ്ടും കണ്ട് സംസാരിക്കുന്നു. പക്ഷേ ഹീറോ ഒരു ചൂണ്ടയിട്ട് നോക്കിയിട്ടും അവൾ പിടികൊടുത്തില്ല. അടുത്ത സീനിൽ ഹീറോയിന്റെ ഫോൺ നമ്പർ ഹോസ്പിറ്റലിലെ ചേച്ചിയുടെ അടുത്ത് നിന്നും ഹീറോ സംഘടിപ്പിച്ചെടുക്കുന്നു. ഹീറോയുടെ ഒപ്പം നല്ലൊരു കളിബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ ഹീറോയിന്റെ നമ്പർ ഹീറോയ്ക്ക് കൊടുക്കുന്നു. തുടർന്ന് ഹീറോ അവളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. അടുത്ത ദിവസം നേരിൽ കാണാൻ തീരുമാനിച്ച് അവർ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് ഹീറോ അവളെ ഓരോന്ന് പറഞ്ഞ് മയക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ശേഷം ഹീറോയിന്റെ രോഗത്തിനാവശ്യമായ മരുന്ന് തന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഹീറോ അവളോട് സംസാരിക്കുന്നു. അതിന്റെ കാര്യത്തിന് വേണ്ടി തമ്മിൽ കാണാൻ തീരുമാനിച്ച അവർ ഡേറ്റിംഗ് ചെയ്യാനായി തീരുമാനിക്കുന്ന അവസ്ഥയിൽ ഹീറോ കാര്യങ്ങൾ എത്തിക്കുന്നു. ഹീറോയുടെ സംസാരത്തിൽ അവൾ പെട്ടെന്ന് തന്നെ മയങ്ങാൻ തുടങ്ങി. അടുത്ത നിമിഷം തന്നെ ഹീറോ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ശേഷം ആക്രാന്തം മൂത്ത് രണ്ടുപേരും പരിപാടികൾ തുടങ്ങി. അങ്ങനെ അവരുടെ ആ
ബന്ധം വളരാൻ തുടങ്ങി. പിന്നീട് പലതവണ അവർ നേരിൽ കാണുകയും പലതും ചെയ്യാനും തുടങ്ങി. ഹീറോയിൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചും ഒടുവിൽ ഹീറോയുടെ വീട്ടിൽ വെച്ചും അടക്കാനാവാതെ അവർ പരിപാടികൾ നടത്തുന്നു. ഹീറോയുടെ അനിയനും അതിന്റെ ചില ഭാഗങ്ങൾ കാണേണ്ടിയും വരുന്നു. അടുത്ത ദിവസം ഹീറോയിന്റെ ഒപ്പം കൂടിയത് കാരണം ഹോസ്പിറ്റലിലെ ചേച്ചിമാരെല്ലാം ഹീറോയ്ക്ക് എതിരാകുന്നു. ഇനി മുതൽ ഹീറോയുടെ പ്രോഡക്റ്റ് ഒന്നും തന്നെ വേണ്ട എന്ന് ഡോക്ടറിനെ കൊണ്ട് അവർ പറയിപ്പിക്കുന്നു. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പല അടവുകളും ഹീറോ പയറ്റി നോക്കിയെങ്കിലും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാമ്പിൾ മെഡിസിൻ എല്ലാം കെട്ടിപ്പറക്കി ഹീറോ വീട്ടിലേക്ക് പോയി. അടുത്ത സീനിൽ ഹീറോ ഹീറോയിന്റെ വീട്ടിലേക്ക് പോയി. ഹീറോയിന് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം അറിഞ്ഞ ഹീറോ അവളോട് അതേപ്പറ്റി ചോദിക്കുന്നു. എന്നാൽ അത് തന്റെ അസുഖത്തെ സംബന്ധിച്ചുള്ള ഒരു പരിചയം മാത്രമാണെന്നും അയാളുടെ കയ്യിൽ നിന്നും തനിക്കുള്ള മെഡിസിൻ വാങ്ങിയിട്ടുണ്ടെന്നുമുള്ള കാര്യങ്ങൾ ഹീറോയിൻ അവനോട് പറയുന്നു. എന്റെ രോഗം ഒരിക്കലും ഭേദമാകില്ല എന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ എന്നെ വിട്ടു പോയി എന്ന് ഹീറോയോട് അവൾ പറയുന്നു. ശേഷം അവർ പരിപാടിയിലേക്ക് കടക്കുന്നു. തുടർന്ന് അന്ന് അവിടെ തങ്ങിയ ശേഷം രാവിലെ അവളോട് യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ഹീറോ സീനിയറിന്റെ ഒപ്പം ചേർന്ന് പുതിയൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നു. പരിപാടി നടത്താൻ ബുദ്ധിമുട്ടുന്നവർക്ക് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഹീറോ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോയിന്റെ കാമുകനുമായി ഹീറോ ബാറിൽ വെച്ച് അടിയുണ്ടാക്കുന്നു. അന്ന് രാത്രി ഹീറോയിനെ ഫോൺ ചെയ്ത് അവൻ സംസാരിച്ചു നോക്കി. പക്ഷേ ഹീറോയിൻ അവനുമായി ബ്രേക്കപ്പ് ആവാൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ വളരെ ദൂരേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്നു. തിരികെ നീ എപ്പോൾ വരുമെന്ന് ചോദിച്ച ഹീറോയോട് താൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് അവൾ വണ്ടി കയറി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഹീറോ അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങി. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ഹീറോ അവളെ കാണാനായി പോകുന്നു. തന്നെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ഹീറോയെ കണ്ടതും ഹീറോയിന് സന്തോഷമായി. അവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നു. ശേഷം അതിന്റെ ഹാങ് ഓവറിൽ ഒരു തകർപ്പൻ പരിപാടിയും അവർ അവിടെ വെച്ച് നടത്തുന്നു. തുടർന്ന് അവർ പിരിയാൻ കഴിയാത്ത വിധം വീണ്ടും അടുപ്പത്തിലാകുന്നു. അടുത്ത സീനിൽ ഹീറോ കണ്ടുപിടിച്ച പുതിയ പ്രോഡക്റ്റ് അവൻ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രോഡക്റ്റ് വലിയ രീതിയിൽ സക്സസ് ആകുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാം ഹീറോയുടെ പുറകെ വരാൻ തുടങ്ങി. തുടർന്ന് ഹീറോ വലിയ തിരക്കുള്ള ആളായി മാറി. അടുത്ത സീനിൽ ഹീറോയിന്റെ ഒപ്പം പരിപാടി നടത്തിയ അവൻ അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തു വയ്ക്കുന്നു. അങ്ങനെ അവരുടെ പ്രേമത്തിന്റെ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അടുത്ത സീനിൽ ഹീറോ എടുത്ത അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലെ വീഡിയോ ഹീറോയുടെ അനിയൻ കാണുകയും കൈക്രിയ നടത്തുകയും ചെയ്യുന്നു. ഹീറോ അത് കണ്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നു. ശേഷം അനിയനെ കൈയോടെ പൊക്കുകയും അവനെ ഹീറോ തല്ലി പരുവമാക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ ഹീറോയിന്റെ സ്ഥിതി മോശമാകാൻ തുടങ്ങുന്നു. അന്ന് രാത്രി തന്റെ അടുത്ത് വന്ന ഹീറോയോട് അവൾ അതേപ്പറ്റി സംസാരിക്കുന്നു. നീ എത്രയും വേഗം രക്ഷപ്പെട്ടോ എന്നും ഞാൻ ഇനി അധികം നാൾ ജീവനോടെ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിനാകെ സെന്റി അടിക്കാൻ തുടങ്ങി. അതൊക്കെ കേട്ടിരുന്ന ഹീറോ സഹിക്കാൻ പറ്റാതെ ഹീറോയിനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ഹീറോയിന്റെ വിഷമം കണ്ട അവൻ നമുക്ക് എങ്ങനെയെങ്കിലും നിന്റെ രോഗം ഭേദമാക്കി എടുക്കാമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത സീനിൽ ഹീറോയിനെ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിന് ഹീറോ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് തന്റെ ജോലിയിൽ അധികം ശ്രദ്ധ കൊടുക്കാതെ ഹീറോയിന്റെ കാര്യത്തിലായി ഹീറോ കൂടുതൽ സമയവും ചെലവഴിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഹീറോ ഡോക്ടറിനെ കണ്ട് സംസാരിക്കുന്നു. പിന്നീട് ഹീറോയിന്റെ അസുഖം ഭേദപ്പെടുത്താനുള്ള ഓട്ടത്തിലായിരുന്നു അവൻ. പക്ഷേ തന്റെ കാര്യത്തിന് വേണ്ടി സ്വന്തം ജോലി പോലും മറന്ന് തനിക്കൊപ്പം ഇറങ്ങിത്തിരിച്ച ഹീറോയെ ഇനിയും കഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ഹീറോയിൻ തീരുമാനിക്കുന്നു. ശേഷം ഒരിക്കലും തന്റെ അസുഖം ഭേദമാകില്ല എന്നും ഇനി തനിക്ക് ആരെയും കാണാൻ വയ്യ എന്നും നീ ഇനിയും ഇതിന്റെ പേരിൽ കഷ്ടത അനുഭവിക്കേണ്ട എന്നും പറഞ്ഞ് ഹീറോയിൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. തുടർന്ന് ഹീറോയെ വിട്ട് അവൾ എങ്ങോട്ടെങ്കിലും പോകാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ പിരിയുന്നു. ഹീറോ അതിന്റെ വിഷമത്തിൽ നടക്കുന്ന സമയം ഡോക്ടേഴ്സ് എല്ലാം ചേർന്ന് ഒരു പാർട്ടിക്ക് ഹീറോയെ ക്ഷണിക്കുന്നു. എന്നാൽ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞ ഹീറോ പിന്നെ അനിയന്റെ നിർബന്ധപ്രകാരം പോകാനായി തീരുമാനിക്കുന്നു. പാർട്ടിക്ക് പോയ ഹീറോയും അനിയനും അവിടെ സുന്ദരിമാരായ ചേച്ചിമാരെ കണ്ട് പരിപാടി നടത്താനായി തുടങ്ങി. ആ സമയം ഹീറോ കണ്ടുപിടിച്ച പ്രോഡക്റ്റ് തന്നെ അവനൊന്ന് പരീക്ഷിച്ചു നോക്കി. എന്നാൽ പരിപാടി തുടങ്ങി കുറച്ചായപ്പോൾ ഹീറോയ്ക്ക് അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ പണി കിട്ടിയ ഹീറോ അനിയനെയും കൂട്ടി ഉടനെ തന്നെ അവിടെ നിന്നും പടിയിറങ്ങി. അടുത്ത ദിവസം ഹീറോ യാദൃച്ഛികമായി ഹീറോയിനെ കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് താൻ നാളെ കാനഡയിലേക്ക് പോകുന്നു എന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. തുടർന്ന് ഹീറോയുടെ ബോസ് അവനെ കാണാനായി വരുന്നു. ഹീറോയ്ക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചതിനെ കുറിച്ച് അയാൾ അവനെ അറിയിച്ചു. തുടർന്ന് ഹീറോ പുതിയ സ്ഥലത്തേക്ക് മാറാനായി വീട്ടിൽ നിന്നും അവന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയം ഹീറോയിന്റെ ഒപ്പം ഒന്നിച്ചു കഴിഞ്ഞ ഒരു വീഡിയോ ടേപ്പ് അവന് കിട്ടുന്നു. അത് ടിവിയിൽ കണക്ട് ചെയ്ത് അവൻ കാണാൻ തുടങ്ങി. അത് മുഴുവനും കണ്ടതും ഹീറോയ്ക്ക് അവളെ പിരിയാൻ കഴിയാത്ത അവസ്ഥയായി. അവൾക്കൊപ്പം തന്നെ ജീവിക്കാനായി അവൻ തീരുമാനിക്കുന്നു. ഉടനെ തന്നെ ഹീറോ അവളെ അന്വേഷിച്ച് വീട് വിട്ടിറങ്ങുന്നു. ഹീറോയിന്റെ ഷോപ്പിലെ
യുയിലേക്ക് പോയ അവൾ കാനഡയിലേക്ക് പോകാനായി ഇറങ്ങിയെന്ന വിവരം അറിയുന്നു. ഹീറോ അങ്ങനെ അവൾ പോയ ബസ് കണ്ടുപിടിച്ച് അതിന്റെ പുറകെ വണ്ടി വിട്ടു. ശേഷം ബസ്സിനെ ക്രോസ് ചെയ്ത് അവൻ കാർ നിർത്തി. ശേഷം ബസ്സിനുള്ളിൽ കയറി അവൻ ഹീറോയിനോട് സംസാരിക്കാൻ അനുവാദം ചോദിച്ച് അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. തുടർന്ന് ഹീറോയുടെ മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടം അവൻ അവളോട് തുറന്നു പറയുന്നു. നിന്നെ പിരിയാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഹീറോ അവളെ തനിക്കൊപ്പം എന്നും ഉണ്ടാകണമെന്ന് പറഞ്ഞ് തന്റെ ഇഷ്ടം അവളെ അറിയിക്കുന്നു. അങ്ങനെ ഹീറോയിൻ അവന്റെ ഇഷ്ടം മനസ്സിലാക്കി അവന്റെ ഒപ്പം ജീവിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. തുടർന്ന് അവർ അവിടെ വെച്ച് ഒന്നിക്കുന്നു. ശേഷം അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നിടത്ത് സിനിമ അവിടെ അവസാനിക്കുന്നു. ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ സിനിമ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.